കട്ടപ്പന ഡോൺ ബോസ്കോ സ്പോർട്സ് ഹബ് 17-ന് വൈകിട്ട് 5:30-ന് കട്ടപ്പന നഗരസഭാ സ്റ്റേഡിയത്തിൽ നടക്കും. നഗരസഭാ ചെയർപേഴ്സൺ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്യും. കായിക വിനോദങ്ങൾ മാറ്റത്തിനായി എന്ന ലക്ഷ്യത്തോടെ യുവജനങ്ങളെ ലഹരി വിമുക്തരാക്കി മാറ്റി കായിക പരിശീലനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ഹബ്ബിനു കീഴിൽ കോഴിമല, മുരിക്കാട്ടുകുടി, കക്കാട്ടുകട, തൂങ്കുഴി, ലബ്ബക്കട, രാജമുടി എന്നിവിടങ്ങളിൽ ഉപകേന്ദ്രങ്ങളുമുണ്ട്. വിദഗ്ധരുടെ കീഴിൽ ഓരോ കേന്ദ്രത്തിലും 50 പേർക്ക് വരെ വോളിബോൾ, ഫുട്ബോൾ പരിശീലനവും നൽകും. ഗ്രാമങ്ങളിൽ കളിക്കളങ്ങൾ കണ്ടെത്തി നവീകരിച്ച് കായികോപകരണങ്ങൾ വിതരണം ചെയ്യും. ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കും. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ കരുതൽ എന്ന പേരിൽ സാമൂഹിക സേവന പദ്ധതിയും നടപ്പിലാക്കുന്നുണ്ട്. ബംഗളൂരു ബ്രെഡ് ഡയറക്ടർ ഫാദർ PS ജോർജ്, സ്പോർട്സ് ഫോർ ചേഞ്ച് ഡയറക്ടർ ഫാദർ ജിറ്റോ കുന്നത്ത്, ഇടുക്കി ഡോൺ ബോസ്കോ സ്പോർട്സ് ഹബ് ഡയറക്ടർ ഫാദർ അജീഷ് കീത്താപ്പള്ളി, പ്രൊവിൻസ് സ്പോർട്സ് കമ്മീഷൻ കോർഡിനേറ്റർ ഫാദർ ജോഷ് കാഞ്ഞുപറമ്പിൽ എന്നിവർ സംസാരിക്കും. ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്കും യുവജനങ്ങൾക്കും ഒക്കെ ഒരു വെളിച്ചമായി, ഒരു താങ്ങായിട്ട് എങ്ങനെ അവർ ഇതിൽ നിന്ന് മാറ്റാം, അല്ലെ? വാക്കുകൾക്ക് ഉപരിയായിട്ട് അവർക്ക് കായിക വിനോദങ്ങൾ, അവർക്ക് കുറേയും കൂടെ അവരെ എൻഗേജ് ചെയ്യുന്ന കുറേയും കൂടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുവാനായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് സ്പോർട്സ് പ്രവർത്തിക്കുന്നത്. ഡോൺ ബോസ്കോ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് കട്ടപ്പനയിൽ ഒരു സ്പോർട്സ് പ്രവർത്തിക്കുന്നുണ്ട്. അതോടുമായി ബന്ധപ്പെട്ട 5 സെൻറ്ററുകളിൽ ഓരോ സെൻറ്ററിലും 50 കുട്ടികൾക്ക് വെച്ച് സൗജന്യമായിട്ട് കായിക അഭ്യസിക്കാനുള്ള പരിശീലനം നൽകുക, അവർക്ക് കളിക്കാനുള്ള കളി ഉപകരണങ്ങൾ നൽകുക, അവർക്ക് ഉള്ള ജേഴ്സികൾ കൊടുക്കുക, അങ്ങനെയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഇപ്പം കട്ടപ്പന ഹബ്ബുമായി ബന്ധപ്പെട്ട് കോഴിമല, മുരിക്കാട്ടുകുടി, ലബ്ബക്കട, തൂങ്കുഴി, രാജമുടി, കക്കാട്ടുകട എന്നീ സെൻറ്ററുകളാണ് നമുക്കുള്ളത്. ദരിദ്രരെയും നിരാലംബരെയും സഹായിക്കാൻ വിദ്യാർത്ഥികൾ ഓരോ ദിവസവും ഓരോ രൂപ വീതം സമാഹരിച്ച് ആഴ്ചയിലൊരിക്കൽ അനാഥാലയങ്ങൾക്ക് പൊതിച്ചോർ നൽകി വരുന്നു. വാർത്താസമ്മേളനത്തിൽ ഫാദർ അജീഷ് കീത്താപ്പിള്ളിൽ, സണ്ണി കോലോത്ത്, സനീഷ് മോഹനൻ, ജിബിൻ സിബിനു, കെവിൻ മോൻസി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.